നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആസ്പദമാക്കി ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ്. ശിഷ്യന്മാരും പരിശുദ്ധ മറിയവും ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഉണ്ടായതിനെക്കുറിച്ചാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അതെങ്ങനെയാണ്? പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ കൂടി, പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി.